ദേശാഭിമാനി മുഖപ്രസംഗം 2024 ജനുവരി 2. ആ പീഡകർ മോദിയുടെ ഉറ്റവർ. ബേഠി ബച്ചാവോ ബേഠി പഠാവോ എന്ന് ക്യാമ്പയിൻ നടത്തുന്നവരെ ഭയന്ന് പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. യു.പിയിൽ വിദ്യാർത്ഥിനിയെ കൂട്ട ബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കൾ തന്നെ പിടിയിലായ സാഹചര്യത്തിലാണ് ഈ സംശയം ശക്തമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും യു.പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെയും അടുത്ത അനുയായികളാണ് പിടിയിലായത്. പ്രതിയായ ബി.ജെ.പി നേതാവിൻ്റെ മുന്നിൽ പ്രധാനമന്ത്രി കൈകൂപ്പി നിൽക്കുന്ന ചിത്രവും പുറത്തുവന്നു. പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസിയിലാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. ഇവിടുത്തെ IIT ബനാറസ് ഹിന്ദു സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ കേസിൽ പിടിയിലായത് ചില്ലറക്കാരല്ല. ബി.ജെ.പി IT സെല്ലിൻ്റെ മെട്രോപൊളിറ്റൻ കോർഡിനേറ്റർ കുനാൽ പാണ്ഡെ, കോ കൺവീനർ സക്ഷം പാട്ടേൽ, പ്രാദേശിക നേതാവ് അഭിഷേക് ചൗഹാൻ എന്നിവരാണ് പിടിയിലായത്. സംഭവം നടന്ന് മാസം 1 കഴിയുമ്പോഴാണ് പ്രതികൾ കുടുങ്ങിയത്. സ്ഥലത്തെ CCTV ദൃശ്യങ്ങളും മറ്റ് തെളിവുകളും പരിശോധിച്ച് രക്ഷപ്പെടുത്താൻ മാർഗമില്ലെന്ന് കണ്ടപ്പോഴാണ് അറസ്റ്റ്. മോദിക്കും യോഗിക്കും ഒപ്പം നിൽക്കുന്ന നിരവധി ഫോട്ടോകൾ ഉന്നത നേതൃത്വവുമായുള്ള പ്രതികളുടെ അടുപ്പം വ്യക്തമാക്കുന്നതാണ്. സ്ത്രീവിരുദ്ധത BJPയുടെ മുഖമുദ്രയാണെങ്കിലും നേതാവായാൽ സ്ത്രീകളെ പീഡിപ്പിക്കാനുള്ള ലൈസൻസ് ആണെന്ന് വരുന്നത് ഭയത്തോടെ മാത്രമേ കാണാൻ കഴിയൂ. പെൺകുട്ടികളെ സംരക്ഷിക്കണം, അവരെ പഠിപ്പിക്കണം എന്ന് ക്യാമ്പയിൻ നടത്തുന്ന മോദിയുടെ അടുത്ത അനുയായികൾ തന്നെയാണ് എല്ലാ അതിക്രമത്തിനും നേതൃത്വം നൽകുന്നത്. ഇവരുടെ മുദ്രാവാക്യവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലെന്ന് നിരവധി സംഭവങ്ങളിലൂടെ ജനം തിരിച്ചറിയുന്നുണ്ട്. രാജ്യത്തിൻ്റെ അഭിമാനമായ ഗുസ്തി താരങ്ങൾ ഇന്ന് എവിടെയാണ്? ഒളിമ്പിക്സ് മെഡൽ ജേതാവും ബേഠി ബച്ചാവോ ബേഠി പഠാവോയുടെ ബ്രാൻഡ് അംബാസഡറുമായ സാക്ഷി മലിക് തനിക്ക് കേന്ദ്ര സർക്കാർ നൽകിയ അവാർഡുകൾ പ്രധാനമന്ത്രിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ് പോകാനിടയാക്കിയത് എന്താണ്? ഗുസ്തി താരങ്ങളെല്ലാം കളം വിട്ടു. ഒടുവിൽ ഇന്ത്യയുടെ അഭിമാനമായ വിനേഷ് ഫോഗട്ടും തനിക്ക് ലഭിച്ച ഖേൽരത്ന, അർജുന പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ഉപേക്ഷിച്ച് ഗുസ്തി അവസാനിപ്പിച്ചു. ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്തിരുന്ന BJP നേതാവ് ബ്രിജ്ഭൂഷൺ വനിതാ താരങ്ങളെ പീഡിപ്പിച്ചുവെന്ന് മാത്രമല്ല നിരവധി ആളുകളുടെ ജീവിതം തകർത്തു. താരങ്ങളെ തൻ്റെ ഇംഗിതത്തിന് ഉപയോഗിക്കാനുള്ള വസ്തു മാത്രമായി കണ്ട നരാധമനിൽ നിന്ന് രക്ഷ തേടിയാണ് ഗുസ്തി താരങ്ങൾ സമരം ആരംഭിച്ചത്. പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി തുടങ്ങിയവരെയെല്ലാം പലതവണ നേരിൽ കണ്ട് തെളിവ് സഹിതം കാര്യങ്ങൾ വിശദീകരിച്ചുവെങ്കിലും ബ്രിജ്ഭൂഷണിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരും BJP നേതൃത്വവും സ്വീകരിച്ചത്. താരങ്ങൾക്ക് നൽകിയ ഉറപ്പെല്ലാം പാഴ്വാക്കുകളായിരുന്നുവെന്ന് മനസ്സിലായപ്പോഴാണ് കളം വിട്ട് പുറത്തു പോകുന്നത്. ഇതുമാത്രമല്ല, ഹരിയാനയിൽ കായിക മന്ത്രി സന്ദീപ് സിംഗ് കായിക താരങ്ങളെ പീഡിപ്പിക്കുന്നതായി ആക്ഷേപമുയർന്നു. താരങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് കായിക വകുപ്പ് മാറ്റിയെങ്കിലും ഇപ്പോഴും മന്ത്രിയായി തുടരുകയാണ്. പ്രതിഷേധിച്ച താരങ്ങളെ പലവിധത്തിലുള്ള പീഡനത്തിനിരയാക്കുകയാണ്. യു.പിയിലെ ഉന്നാവിൽ BJP MLA ആയിരുന്ന കുൽദീപ് സിംഗ് സംഗാർ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. കുട്ടിയുടെ അച്ഛനെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് കസ്റ്റഡിയിൽ കൊന്നു. അതേപോലെ യു.പിയിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിമാരായ ഷാനവാസ് ഹുസൈനും സ്വാമി ചിന്മയാനന്ദും ബലാത്സംഗ കേസിൽ വിചാരണ നേരിടുകയാണ്. ഇവരുടെ കേസ് തള്ളണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അനുവദിച്ചില്ല. ഇതാണോ BJPയുടെ ആർഷഭാരത സംസ്കാരമെന്ന ചോദ്യമാണ് രാജ്യത്താകെ ഉയരുന്നത്. സ്ത്രീകൾ പുരുഷന്റെ അടിമകളും ശൂദ്രർ ബ്രാഹ്മണരെ സേവിക്കേണ്ടവരുമാണെന്നൊക്കെ വിശ്വസിക്കുന്ന BJPയുടെ ആർഷഭാരത സംസ്കാരത്തിൽ രാജ്യം ലോകത്തിനു മുന്നിൽ തലകുനിക്കേണ്ട ഗതികേടിലാണ്.